ഹായ് കൂട്ടുകാരെ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനിവിടെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ചായയെ കാണുന്നത്. അങ്ങനെ ആ ചായ അവിടെ കിടന്ന് വെട്ടിത്തിളയ്ക്കുകയാണ്. ഇത് കണ്ടോ, ഈ പാല്, ഈ രണ്ടുപേരും രണ്ട് തരം പാലാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഇന്ന് കുരക് ദോശ ആയാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ കൂരക് ദോശ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അതിലുള്ളത് നല്ല ഒന്നാം തരം മാവാണ്. അതിലൊപ്പം കുറച്ച് കൂരകെടുത്തം കൂടെ കലക്കി, അതിൻ്റെ ഒപ്പം കുറച്ച് മുട്ടയുടെ വയറ്റും കൂടെ ചേർത്ത് ഞാൻ ദേ ഇങ്ങനെ മടമടാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി വന്നപ്പം മനസ്സിലാക്കിയൊരു സത്യമുണ്ട്, ഈ മാവ് ദേ വെള്ളം പോലെ ഇരിക്കുകയാണെന്ന്. അപ്പോൾ പിന്നെ വീണ്ടും അതിനെ ഒന്നുകൂടെ ഇളക്കി എടുത്തിട്ട് തോന്നി കുറച്ച് മാവ് കൂടെ ചേർത്തിയാലോ എന്ന്. അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് വീണ്ടും ഞാൻ കുറച്ച് മാവ് കൂടെയൊക്കെ ചേർത്തതേ ഈ കുറച്ച് വെള്ളം പോലെയാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. ഉപ്പിട്ടില്ലെങ്കിൽ ഒരു കാശിനും കർമ്മത്തിനും കൊള്ളൂല. പ്രത്യേകിച്ച് കൂരകാണ്, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോഴത്തേ ഉപ്പൊക്കെ ഇട്ട്, ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കേട്ടോ, അത് നിങ്ങളെ കാണിച്ചില്ല, സോറി. ഉപ്പ് ആദ്യം ഇട്ട് ഇപ്പതേ നല്ല കൂരക വീണ്ടും ഒന്നും കൂടി ഇട്ട് ഞാൻ എന്തിനേ മടമള ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്ത് അവസാനം ഞാൻ അതിനൊരു ദോശയാക്കി എടുക്കും. എൻ്റെ ഈ മാവ് കലക്കി വെച്ചിരിക്കുന്ന എല്ലാ മാവും കൂടി ഞാൻ ദോശ ഉണ്ടാക്കുന്നതായിരുന്നിരിക്കില്ല കേട്ടോ. ഞാൻ നല്ല വെച്ചാണ് ഒറ്റ ദോശ കഴിക്കുള്ളൂ. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ, വയറൊക്കെ ഇങ്ങനെ പട്ടിണിയൊക്കെ ഇരുന്ന് വയറൊക്കെ ഒഴിച്ചിട്ട് പോകും. എന്തിനാണെന്നറിയോ, ഞായറാഴ്ച ദിവസം പുറത്ത് പോകുന്ന ദിവസമാണ്. അപ്പോൾ വയറ് നിറച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ട് അപ്പം അങ്ങനെ ഞാൻ ആ ദോശ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു നല്ല ചക്കര ദോശ ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. നിന്ന് കഴിക്കുന്നത് എന്തിനാണ് നിങ്ങൾ തിരിക്കല്ലേ, ദോശ ഇരിപ്പുണ്ട്, അതുകൊണ്ട് നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മണി 9:30 ആയിട്ടുണ്ട്. നല്ല തോരനും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരൊറ്റ പിടി അങ്ങ് പിടിക്കുക. അതെ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ആഹാരം കഴിപ്പ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇച്ചിരി, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇച്ചിരി വട്ടമുള്ളവരാണ്. കാരണം എല്ലാം തലതിരിഞ്ഞ് ആഹാരം തീറ്റിയാണ് എല്ലാവരുടെയും. കണ്ടില്ലേ, രാവിലെ തോരൻ ചിക്കൻ കറിയൊക്കെ കൂട്ടി ദോശ കഴിക്കുന്നത്, അതാണ്. അപ്പോൾ ഇതൊക്കെ പിടിച്ചു തരുന്ന അടുത്ത ഉച്ചലത്തെ വിഭവമാണ്. എൻ്റെ കപ്പയ്ക്ക് ഇത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ തേക്കയിലേക്ക് പോകാൻ പോവുകയാണ്. തേക്കയിലല്ല, പള്ളിയിലേക്ക് പോകാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള മേക്ക് ഓവർ കഴിഞ്ഞു. ഈ ഡ്രസ്സിലാണ് നമ്മൾ ജീൻസൊക്കെ ഇട്ട് നമ്മൾ അടിപൊളി സൂപ്പറായിട്ട് നമ്മൾ എവിടേക്ക് പോകാൻ പോവുകയാണ്, പള്ളിയിലേക്ക് പോവുകയാണ്. തേക്കപ്പള്ളിയിലേക്ക് പോകാൻ പോവുകയാണ്. തേക്കപ്പള്ളിയല്ല, നമ്മുടെ നൊവീന ചർച്ചിലേക്ക്, അതായത് സിംഗപ്പൂരിലെ ഏറ്റവും വലിയ പള്ളിയിലേക്കാണ് പോകുന്നത്. Is the precious gift of God, and we, the religious, is very special. Oo, check mo. Walang kanila 10 AM, Tagalog, ma-service at the time. Pero nakakambon ng tirik yan, bro. Baka namin ang സംസാരം വരുമെന്ന് നോക്കട്ടെ അല്ലേ. അവിടെ പറഞ്ഞു. ഹായ്, ഹലോ ഗെയ്സ്, ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ തേക്കയാണ്. തേക്കയിൽ ഞങ്ങൾ പർച്ചേസിന് വന്നിരിക്കുകയാണ്. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചതാണ്. നമ്മളെ വിളിച്ചിട്ട് അടിക്കുമോ ഇനി? ഇവിടുത്തെ തിരക്ക് കാണിക്കാം, അത്രയേ ഉള്ളൂ. ശേ, ഇത്രയും തിരക്കല്ലായിരുന്നല്ലേ, ശരിക്കും പറഞ്ഞാൽ. ഇതിനേക്കാൾ തിരക്കല്ലായിരുന്നു തേക്കല്. ആൾക്കാരെല്ലാം പോയി. സമയം 8 മണിയായി. സംസാരിക്കാതെ പിടിക്കുക, നമ്മുടെ സംസാരം മൊത്തം. ഈ സംസാരം കേൾക്കുമ്പോഴാണ് അവർ പറയുന്നത്, നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആരും. ഇപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് അറിയോ?
ഈ വന്ന് നിൽക്കുന്നത് തേക്കമാളിൻ്റെ, അതായത് ഇതിൻ്റെ തേക്കമാളിൻ്റെ ബാക്ക് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുമ്പോൾ നമ്മുടെ സ്വന്തം ഫേമസിലേക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല അവിടെ ചെന്നിട്ട് തീരുമാനിക്കുക, ഇതുവരെ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. നല്ല പളി വരുന്നപ്പോഴേ നല്ല ഭംഗിയായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാടിനെയോ മാടിനെയോ എന്ത് സാധനം കിട്ടിയാലും വയറ്റിലോട്ട് പിടിച്ചു ആ അവസ്ഥയിലിരിക്കുകയാണ്. എന്ത് കിട്ടിയാലും കഴിക്കും. അപ്പോൾ നേരെ പ്രേമത്തിലേക്ക് വിടുകയാണ്. അതിനുവേണ്ടി നമ്മൾ ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടുത്തെ ട്രാഫിക് ഭയങ്കര സ്ട്രിക്റ്റാണെന്ന് നിങ്ങൾക്കറിയാലോ. അതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിലും ഭയമുണ്ട്, എവിടെ എന്ത് പിടിക്കാമെന്നൊന്നും അറിയത്തില്ല. പണിയാണ് കിട്ടുമോ എന്നൊരു നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം സിംഗപ്പൂർ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവിടുത്തെ നിയമം. അപ്പം നമ്മളിതാ നമ്മുടെ സ്വന്തം പ്രേമത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന എപ്പോൾ ഒന്ന് കഴിച്ചാലും അതെല്ലാം ഇടാറുണ്ട്. പിന്നെ എപ്പോഴും ഇടാറുണ്ട്. അടന് മുഖം കണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. കടയിൽ പോയതാണ് പർച്ചേസിന് വേണ്ടി. എങ്ങനെയുണ്ട് കട? സൂപ്പറല്ലേ? സ്വർണ്ണമാണ് പൂക്കടയൊക്കെ പിടിച്ച് പിടിച്ച് പോകുന്ന. അപ്പം നമ്മൾ തേക്കേമാളിൻ്റെ ഭാഗത്തോട്ട് നടക്കുന്നത് അവിടെ ജീൻസ് ബനിയനൊക്കെ ഇരിക്കുന്ന ഞങ്ങളോട് ചോദിച്ചു തല വെക്കാൻ പോവുകയാണ്. തല വെക്കാൻ പോവുകയെന്ന് വെച്ചാൽ ഞങ്ങൾ മേടിച്ച് വെക്കുന്ന നമുക്കറിയാം. കാരണം എത്ര തലയിൽ ഏത് ദിവസം തലയിൽ എങ്ങനെ വെക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ മേടിച്ച് തല വെക്കുമെന്നേ. അതൊക്കെ അറിയാം. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വട്ടൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കാണിക്കാതിരുന്നിട്ടൊന്നും വഴക്കുണ്ടാക്കും ആൾക്കാർ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കറിയാൻ പറ്റും.